പൂന്താനം നമ്പൂതിരിപ്പാടിനെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രധാന സ്വത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗവതവും നാമജപവുമാണ്. ജ്ഞാനപാനം നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അദ്ദേഹം നാമജപത്തെക്കുറിച്ചാണ് മുൻതൂക്കി പറയുന്നത്. പൂന്താനം നമ്പൂതിരിപ്പാടിൻ്റെ ജ്ഞാനപാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനത്തിൻ്റെ പാനാണ്. മുഴുവൻ വേദങ്ങളും ഉപനിഷത്തുകളും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എല്ലാവിധ പുരാണങ്ങളും നമുക്ക് പഠിക്കാൻ പറ്റിയില്ലെങ്കിലും, എന്തിനേറെ പറയുന്നു, ശ്രീമദ് ഭാഗവതം മുഴുവൻ പഠിക്കാൻ പറ്റിയില്ലെങ്കിലും കുറഞ്ഞ പക്ഷം ആ ജ്ഞാനപാന നല്ലപോലെ ഒന്ന് പഠിച്ചാൽ മതി. ആ ജ്ഞാനപാന നല്ലതുപോലെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഭാഗവതത്തിൻ്റെ രസം മുഴുവൻ നമുക്കതിൽ കാണാൻ പറ്റും. ഭാഗവതം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഭാഗവതാനാം ചരിതം ഇതം ഭാഗവതം. ഭഗവാനെക്കുറിച്ചും ഭക്തരെക്കുറിച്ചും പറയുന്ന ചരിതമാണ് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത്. അന്നേരം പൂന്താനം നമ്പൂതിരിപ്പാടിൻ്റെ ഹൃദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എന്താണ്? ഭഗവാന്റെ ചരിത്രത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഭാഗവതവും നാമജപവുമാണ് അദ്ദേഹത്തെ വലിയ വലിയ പ്രശ്നങ്ങളെയും അതിജീവിക്കാനുള്ള ഒരു ശക്തി അദ്ദേഹത്തിന് നൽകിയത്. അന്നേരം നമ്മൾ ഭഗവാനോട് അടുത്താണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഭഗവാന്റെ ഭക്തരാണെങ്കിൽ നമ്മൾ അത് ആചരണത്തിൽ കാണിക്കണം. അപ്പോൾ പൂന്താനം നമ്പൂതിരിപ്പാട് ചരിതം നമ്മൾ നോക്കുമ്പോൾ നല്ല കാലം വരുമ്പോഴും അദ്ദേഹം ഭഗവാന്റെ കൂട്ടത്തിലാണ്, മോശപ്പെട്ട സമയം വരുമ്പോഴും അദ്ദേഹം ഭഗവാനെ വിടുന്നില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്ര ദർശനം, ഭഗവാന്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ഭാഗവതം വായിക്കുക, ഭാഗവതം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, നാമം ജപിക്കുക, മറ്റുള്ളവർക്ക് നാമം ജപിക്കാൻ പ്രേരണ നൽകുക. ഇതാണ് ഒരു യഥാർത്ഥ ഭക്തൻ്റെ ജീവിതം.